ഞങ്ങളുടെ ഗ്രാമത്തിലെ ആണുങ്ങളുടെ ഒരു സ്വപ്നറാണിയായിരുന്നു ഈ സ്ത്രീ. അന്നത്തെ കാർന്നൊരു പേര് കേശവൻ എന്ന് മറ്റാണ്. ഒരു ജമ്മി കുടുംബത്തിലെ അവസാന കണ്ണി. അയാൾ ഇവരൊരു അടിമപ്പാൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ജയിലിൽ കിടന്ന രണ്ടുപേരും അന്ത്യം. ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. ഫോട്ടോ അത്ര പേരല്ല, പിന്നെ ഞാനൊരു AI ഉപയോഗിച്ച് സെറ്റാക്കിയതാ. ഇതോ ഏ ഹലോ. കണ്ടോടി? കണ്ടു. എങ്ങനെയുണ്ട്? ഇതാണോ നീ പറഞ്ഞ നിന്റെ നാട്ടിലെ മൊത്തം ആണുങ്ങളെ മോഹിപ്പിച്ച അപ്സരസ്? അതേടി. ഒന്ന് പോടാ അവിടുന്ന്. എന്താണ് കുന്തം? എടാ, ഈ ലേഡീനെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? ഇതൊക്കെ സത്യാണോ? ഐ തിങ്ക് നിന്റെ അച്ഛൻ വെറുതെ തള്ളിയതാ, നിന്നെ പറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥ. ഗായത്രി, സംഗതി ഉള്ളതാ. എന്റെ നാട്ടിൽ അവരെ നേരി കണ്ടത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ ഓക്കെ. കേശവൻ കാർന്നവരാണ് മെയിൻ വില്ലൻ. ആ സ്ത്രീയെ കൊണ്ട് എല്ലാം ചെയ്യിച്ച അയാളാന്നാ പറയുന്നത്. അങ്ങേരെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. എന്തും അനുസരിക്കുന്ന ഒരു ദാസിയെ പോലെ. മനസ്സിലായി. എടീ, തെറ്റുകൾ ചെയ്യുന്ന എല്ലാവർക്കും ഒരു നാശമുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം അവർക്കും സംഭവിച്ചു. ആ ഒരു ദിവസം അതാണ് നമ്മുടെ വീഡിയോയിൽ പോയിന്റ് ചെയ്യുന്നത്. നീ എന്തായാലും അവന്മാരെ കൂടി ഒന്ന് കോൺഫറൻസിലിട്ടെ. ഞങ്ങൾ ഇവിടെ ഉണ്ടടി. ഇവിടെ ഉണ്ടായിരുന്നോ? ആടി. എന്നാ പറ, നിങ്ങൾക്ക് എന്താ തോന്നണേ? നീ പറഞ്ഞ ശരിയാ. ഇവൻ പറഞ്ഞ കഥയും ആളുടെ ഫോട്ടോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എടാ, അത് ശരിയാ. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. എന്ത് രഹസ്യം? അതറിയണമെങ്കിൽ നമ്മൾ അയാളെ പോയി കാണണം. ഓ, നീ ആ പറഞ്ഞ എഴുത്തുകാരനല്ലേ? അയാളെ തന്നെ. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള അയാൾ മാത്രമാണ്. ആ, എന്നിട്ട് എപ്പോ പോവാനാ പ്ലാൻ? നാളെ തന്നെ പോയാലോ? സ്റ്റെഫിനെ. ശരി. ഞങ്ങള് സാറ് വിളിച്ചിട്ട് വന്നാ. ആ, ഓക്കെ ഓക്കെ. വാ, വടക്കേരി വാ. എത്ര നേരം എടുക്കും എന്തോ. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരാം. ശരി. അതാരാ? നിനക്കെന്നാ ടെൻഷൻ ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മെല്ലോം നടക്കൂ. ഒന്നോടെ ഉണ്ട്. അവിടെ കാർന്നൂരുടെ പ്രേതശൈലി ഇല്ലാണ്ടായത് ഇയാളവിടെ വന്ന് റിസർച്ച് നടത്തി പോയതിനു ശേഷം മാത്രാ. സാർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എല്ലാരും ഇല്ല, ഒരാൾ മാത്രം. അല്ലാതെ അതെന്താ ഒരാള്? താൻ പൊക്കോ. ഞാനോ? അപ്പൊ നമ്മളോ? എടാ, ഇവള് തന്നെ പോയാലെങ്ങനെയാ? അതെ, ഞങ്ങളുടേതൊരു ടീം വർക്കാ. അതിന് ഞങ്ങളെല്ലാരും കൂടെ പോയാലേ ശരിയാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇരിക്ക്.
പേടിക്കണ്ട. ഈ മുറി വിട്ട് പോകും വരെ ഈ ലോകത്തിൽ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഞാനായിരിക്കും. കുട്ടിക്കിപ്പോൾ ആ പഴയ കഥകളൊക്കെ അറിഞ്ഞിട്ടെന്തിനാ? കഥകളല്ലല്ലോ, എല്ലാം നടന്ന സംഭവങ്ങളല്ലേ. കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരം ഇൻസിഡൻസുകളെ കുറിച്ച് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ റിസർച്ചിലായി ഇപ്പം ഞങ്ങള്. നല്ലത്. ആ 2 ക്രിമിനൽസിനെ പിടികൂടിയ ആ ദിവസം അതിനെക്കുറിച്ചാ എനിക്കറിയേണ്ടത്. 2 ക്രിമിനൽസ് അല്ല, ഒരു വേട്ടക്കാരനും ഒരു പാവം ഇരയും. നീതിന്യായ വ്യവസ്ഥയുടെ പരാജയം. പാവം ഇരയ്ക്കും വേട്ടക്കാരനും ഒരേ ശിക്ഷ. തനിക്ക് അവരെക്കുറിച്ച് അറിയണം അല്ലേ? ഞാൻ പറയാം. മാടപ്പാടിയിൽ കുട്ടിയെ കാണാതായ സംഭവം പുതിയ വഴിത്തിരിവിലേക്ക്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഔദ്യോഗിക. ആണ്ടേ കരണ്ടും പോയി, അതിന് മാത്രം ഒരു കുറവുമില്ല. അല്ല, കേശോട്ടനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ വിറ്റാ നല്ല വില കിട്ടിയേ. വെറുതെ എത്ര സ്ഥലം ചുമ്മിട്ടിട്ട് എന്തിനാ? കാടും വള്ളിയും പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയെ. എൻ്റെ കയ്യിലാണെങ്കിൽ അതിന് പറ്റിയ പാർട്ടി ഉണ്ടേ, ഞാൻ കൊണ്ടുവരട്ടെ? ഇയാളുടെ ഒന്ന് വേണമെന്ന് പോലും ചോദിക്കണില്ല. തെണ്ടി. ബ്രോക്കറെ, ഓ, ഞാനിപ്പോൾ അത് കൊടുക്കണില്ല. ഞാനത് വേറെ ചില കാര്യങ്ങൾക്ക് വെച്ചിരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ തന്നെ ചെയ്തോളാം. ഞാനിടയിൽ നിൽക്കാത്ത ഒരു പരിപാടിയും ഈ മാടപ്പാടിയിൽ ഇല്ലാന്നറിയാലോ. എടോ, അത് താൻ കൂട്ടിയാ കൂടില്ല. താനിപ്പോ ചെല്ല. അല്ല, അത് ചെല്ലു ബ്രോക്കറെ. കട്ട്ലേറ്റും കിട്ടിയില്ല, കച്ചവടവും നടന്നില്ല. നീ കഴിക്കുന്നില്ലേ? ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം. ആ വാതിലടയ്ക്ക. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു കുടുംബമായിരുന്നു അവളുടേത്. ഭർത്താവ്, 2 കുട്ടികൾ. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. കേശവൻ്റെ അടുത്തുനിന്ന് അവളുടെ ഭർത്താവ് കുറച്ച് കാശ് കടം വാങ്ങി. അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അയാളുടെ കണ്ണുകൾ പതിയെ അവളിലേക്ക് പതിഞ്ഞു. അപ്പോൾ അവളുടെ ഹസ്ബൻഡും കുട്ടികളും അവരെയെല്ലാം അയാൾ ഇരിച്ചെറിയാതെ ഇല്ലാതേക്കി. അവളുടെ ഭർത്താവും മകളും മരിച്ചെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവളുടെ മൂത്ത മകൻ എന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞു കേട്ടറിവ് മാത്രമാണ് കേട്ടുള്ളൂ. ശരിയാണ്. പക്ഷേ അവൾ തൻ്റെ ഭർത്താവിനെയും മകളെയും കണ്ടിരുന്നു, എന്നും സംസാരിച്ചിരുന്നു.
അതെങ്ങനെ? വിഷമിക്കരുത്. എന്തു വന്നാലും പിടിച്ചു നിൽക്കണം. അറിയാലോ, ഞാനില്ല. നമ്മുടെ മോനെ പൊന്നുപോലെ നോക്കണം. അമ്മ എവിടെയാ? മോൾ ഒറ്റയ്ക്ക. അമ്മേനെ കാണാൻ കൊതിയാവുക. ചേട്ടനെ എന്തിയാ അമ്മ? മോൾക്ക് ചേട്ടനെ കാണണം. നിക്കടി അവിടെ. ശ്ശെ. ആരാ? അകത്തേക്ക് വരൂ. ഇരിക്ക്. എന്താ പേര്? രാജീവ്. മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. വീടങ്ങ് ദൂരെയാ. അപ്പോ ഇതിനു വേണ്ടി തന്നെ വന്നതാണോ? അല്ല, ഇതുവഴി പോയപ്പോ അറിഞ്ഞതാ. അപ്പോ ഇനി എന്താ പരിപാടി? വീട്ടിൽ വരുന്ന അതിഥിക്ക് ആദ്യം സൽക്കാരം, അത് കഴിഞ്ഞാവാം സഹശയനം. ഇവിടെ ഇരിക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ മയങ്ങി വീഴാൻ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവള്. അവിടെയാണ് കേശവൻ എന്ന ക്രൂരനായ ജന്മിയുടെ ഒരു ഹിഡൻ ഫേസ്. ആ സ്ത്രീയുടെ ശരീരത്തിൽ പല ഭാഗത്തായിട്ട് പച്ച കുത്തിരിക്കുന്ന ചിത്രങ്ങൾ. അവർ സ്ഥിരമായിട്ട് അണിയാറുണ്ടായിരുന്ന നീല കല്ല് വെച്ച മോതിരം. ഇതെല്ലാം ആ ജന്മിയുടെ മന്ത്രശക്തിയാൽ രൂപപ്പെടുത്തിയതാണ്. ആ ശക്തി കൊണ്ട് അവളെ കണ്ട മാത്രമേ ഏതൊരാണും വശീകരിക്കപ്പെടുമായിരുന്നു. കഴിക്ക്. എങ്ങനെയുണ്ട്? ഒരു പ്രത്യേക രുചി. നല്ലതോ അത് ചീത്തയോ? നല്ല രുചി. നല്ലതേ ഞാൻ തരൂ.
എന്താ കഴിച്ചില്ലേ? ഓ മതിയേ. ധൃതിയായി അല്ലേ? പൂജയ്ക്ക് സമയമായി. ഞാൻ പൂജാമുറിയിലോട്ട് ചെല്ലട്ടെ. ഉഗ്രമൂർത്തിയാ, സമയം തെറ്റിയ കോപിക്കും. നീ ഞങ്ങളുടെ കുടുംബം തകർത്തു, ഞങ്ങളെ ഇല്ലാതാക്കി. എൻ്റെ മകൻ എന്ത് പറ്റിയെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഒരു ജന്മം ലഭിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും. അകത്തേക്ക് പോയാലോ? വാതിലടിക്കുന്നില്ലേ? അതിനിങ്ങോട്ട് ആരും വരില്ല. ഇവർക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടൊന്ന് സൽക്കരിച്ചിട്ട് എന്ത് ഗുണം? എല്ലാ ജീവജാലങ്ങളുടെയും പ്രാഥമിക ആവശ്യം ഒന്നു തന്നെയല്ലേ? ആഹാരം. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എന്താ ഇയാൾക്കില്ലേ? ആഗ്രഹമുണ്ടോ? പക്ഷേ ഈ ജോലി തിരക്ക് കാരണം ഒന്നിനും സാധിക്കുന്നില്ല. ഓ, അതെന്ത് ജോലിയാണപ്പാ? ഞാനൊരു പോലീസുകാരനാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിലാ. ഇവിടെ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയെ കാണാതെ പോയില്ലേ? അതിൻ്റെ അന്വേഷണമായി വന്നതാ ഈ പ്രദേശത്ത്. കൊന്നോളെ ഞാൻ. സത്യം പറയടി, ആ കുട്ടിയുടെ സാറേ, ഈ സ്ഥലം അത്ര ശരിയല്ല. സാറ് പോയിക്കോ. അവൾ എവിടെയാണെന്ന് സാറിന് അറിയണോ? അന്ന് രാത്രി തന്നെ അവരെ പോലീസ് പിടികൂടി. തുടരന്വേഷണത്തിൽ നരഭോജിയായ കേശവൻ കൊന്നൊടുക്കിയ നിരവധി പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനായി. അങ്ങനെ കേശവനൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്നു എന്ന പേരിൽ ആ പാവം സ്ത്രീയും ശിക്ഷിക്കപ്പെട്ടു. കോടതി ആ സ്ത്രീയെ ശിക്ഷിച്ചത് ശരിയായില്ല അല്ലേ സാർ? അവരും കൂട്ടുപ്രതിയാണല്ലോ. കോടതിക്ക് മുന്നിൽ മന്ത്രവും കൂടോത്രവും എല്ലാം വെറും ഫാന്റസി അല്ലേ? സാർ, അപ്പോൾ അവരുടെ മകൻ അപ്പം തന്നെ ഇറങ്ങല്ലേ? ഐ തിങ്ക് തനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയെന്ന്. എനിക്കിവിടെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. ശരി സാർ, ഞാനെന്നാ. ശരി സാർ. ഇനിയും ഈ വഴി വരാൻ തോന്നാതിരിക്കട്ടെ.
സാർ അപ്പൊ അവളുടെ മകൻ ചേട്ടാ ചുരുളുന്നു ചിതകൾ ചിരിക്കും നിശബ്ദ കാലം വാക്കുകൾ ചോരയിൽ എഴുതി ഞാൻ ശാപങ്ങൾ പാടും ശൈതാന്റെ ഗാനം കണ്ണുകൾ തീ കനൽ മിഴിക്കു കീരം വേരുകൾ കെടുത്തും വിറയൽ നിറം എന്റെ ശ്വാസത്തിൽ കറുപ്പ് വിതറി അനന്തതയുടെ ചങ്ങല ചിതറി ചുരുളുന്നു നീളം ചിതകൾ ചിരിക്കും നിശബ്ദ കാലം വാക്കുകൾ ചോരയിൽ എഴുതി ഞാൻ ശാപങ്ങൾ പാടും ശൈതാന്റെ ഗാനം